അമ്മയാ എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. എങ്ങനെ പാടിയെന്ന് തോന്നി? നല്ലോണം പാടി, പ്രതീക്ഷ പോലെ പാടാൻ പറ്റി. ആ അത് മതി. പിന്നല്ലാതെ എന്ത് ചെയ്യും? ചോദിച്ചു നോക്കാം. ശരത് സർ. മക്കളെ കുഞ്ഞാടെ, എന്തോ സാർ? ഒട്ടും ഈസിയല്ല ഈ പാട്ട് പാടാൻ. കാര്യം അതിൻ്റെ ഡൈനാമിക്സ്, അതിലെ സംഗതികൾ മോള് ഉഗ്രമായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ എനിക്കുള്ള ചില ഡൗട്ടുകൾ മോള് ക്ലിയർ ചെയ്ത് തരണം, അല്ലെങ്കിൽ എനിക്കിന്ന് ഉറക്കം വരത്തില്ല. മക്കളെ ഈ സന്ധ്യേന്ന് നീട്ടിപ്പിടിച്ച എന്തിനാ? രാത്രി ആവുന്നവരെ ഈ സന്ധ്യേ അങ്ങനെ തന്നെ ആ ബെൻഡ് വേണ്ടേ? സന്ധ്യേ ആ ബെൻഡല്ലേ അതിൽ പ്രധാനം. അത് മോളിങ്ങനെ നീട്ടിപ്പിടിച്ചതിനാ ആദ്യം മാത്രം, പിന്നെ ശരിയായി, മറന്നുപോയോ? സന്ധ്യേ ഞാൻ വരച്ച രാത്രി വരെ മക്കളങ്ങ് പിടിച്ച് നിൽക്കുമോ? കണ്ണീരിതെന്തേ രാത്രി എന്നായിരിക്കും പാടുന്നതെന്ന്. അത്രയും നീണ്ടത്, അത് ബെൻഡാണ് അതിൻ്റെ ഒരു സുഖം മോളെ, കേട്ടോ. പിന്നെ നിൻമുഖം പോൽ, അത്രയും മതി. പോൽ നൊമ്പരം പോൽ, അത് പിന്നെയും കുഴപ്പമില്ല, കണക്ട് ചെയ്യുന്നതുകൊണ്ട്. ആ നിൻമുഖം പോലൊന്ന് പാടാമോ? അതൊന്ന് കട്ട് ചെയ്തോടാ. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി രജനിഗന്ധി രജനിഗന്ധി. പിന്നെ അത് പാടി നിൽക്കാൻ. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. എല്ലാം വരുന്നുണ്ട് തൊണ്ടയില്. നല്ല സിൽക്കി ടോണാണ് മോളെ. താങ്ക് യു സർ. ഒരു ബ്യൂട്ടിഫുൾ ടോൺ. താങ്ക് യു സർ. ഈ ടോൺ എപ്പോഴും ഉണ്ടാവട്ടെ. എന്തൊക്കെയായാലും നീയൊക്കെ നാളത്തെ പാട്ടുകാരിയാണ് ഉറപ്പ്, കേട്ടോ. ശബ്ദം നശിപ്പിച്ച് കളയരുത് മോളെ. അതുപോലെ മുത്തുകോർക്കും പോലെ വിഷാദ, അതൊന്ന് പാടാമോ? മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. വണ്ടർഫുൾ വണ്ടർഫുൾ മോളെ. ആ ചൂടിയും അത്രയും നീട്ടണ്ടാടാ. സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. അത്ര മതി. ദുഃഖമേ അതൊന്ന് പാടാമോ മക്കളെ? ദുഃഖമേ നീ പോകൂ കെടാത്ത. മോളെ അത് കെടാതെയാണോ കെടാത്തയാണോ? കെടാത്ത. അപ്പൊ അത് കെടാത്തെന്ന് കേക്കണ്ടേ? ദുഃഖമേ നീ പോകൂ കെടാത്ത കേടാത്ത കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഞാനിത് നീ പാടുമ്പോൾ കേൾക്കാൻ വേണ്ടിയായിരുന്നു. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ, സൂപ്പറായിട്ട് പാടി കേട്ടോ മോളെ. താങ്ക് യു സർ. ലവ് യു മുത്ത്. താങ്ക് യു സർ. ഷാനിക്ക. അടിപൊളിയായിട്ട് പാടി മോളെ. താങ്ക് യു സർ. അമ്മ ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് അമ്മ ഇങ്ങനെ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത്. അത് അമ്മ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ആ ഫോക്കസ് പോവാതെ നോക്കണം കേട്ടോ. ഈ ഷോയുടെ കാര്യമല്ലേ ഞാൻ പറയണേ, ഉടനീളം ഈ ഫോക്കസ് പോവാതെ നോക്കണം. കാരണം ഇപ്പം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മോളുടെ ശബ്ദം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ ആകെ പിന്നെ കോൺവെർസേഷൻ എന്ന് മാത്രമേ. കാരണം ഇതൊരു കോൺവെർസേഷൻ പോലത്തെ ഒരു സന്ധ്യ, കണ്ണീരിൽ എന്തേ സന്ധ്യ. അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ അത്ര സസ്റ്റൈൻഡ്. ഞാനിപ്പോൾ അമ്മയാന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും ദൂരത്തൊന്നും അല്ലല്ലോ ഉള്ളത്. അമ്മയാ വിളിച്ചാൽ മതിയല്ലോ. അപ്പം അതുപോലെ സന്ധ്യ ഒക്കെ കുഞ്ഞു കുഞ്ഞ് ഒരു കുഞ്ഞു കുഞ്ഞ് ഇത് മതി. അത് അപ്പോഴാണ് ആ കോൺവെർസേഷൻ ഒരു ബ്യൂട്ടി ഉണ്ടാവണേ. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഓഫ്കോഴ്സ് നമ്മളിത് കേട്ട പാട്ടാണ്, പക്ഷെ എന്നാലും ഞാൻ സ്ട്രിങ് സെഷൻ ഇങ്ങനെ നോക്കായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം പല്ലവിയിൽ ഓരോ ലൈൻ കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ബ്രീസ് പോലെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ചരണത്തിലും റെസ്റ്റ് ഇല്ല അല്ലേ, പുറകിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് നമ്മുടെ സ്ട്രിങ്സിന്റെ ആ ഗ്രൂപ്പിന് ഒരു വലിയൊരു കയ്യടി കൊടുക്കണം. ഫുൾ ഓർക്കസ്ട്ര എല്ലാവരും വണ്ടർഫുൾ ഓർക്കസ്ട്ര. ജാനകി അമ്മ, സലീൽദ, ONV കുറുപ്പ് സാറ്, ഇവരെല്ലാവരും വൻ പുലികൾ ചേർന്നുള്ള ഒരു പുലി സങ്കേതത്തിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമ മദനോത്സവം, എനിക്ക് തോന്നുന്നു
ഈ സിനിമയിലെ ഒരുവിധ എല്ലാ പാട്ടുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞെന്ന് ഇനി തോന്നുന്നു. ഒരു പാട്ടം ഒരു പാട്ടും കണ്ടേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം ആയി കഴിഞ്ഞു. മേബിൻ പാടി, മാടപ്രാവേ മാടപ്രാവേ വാ പാടി. പൂമല മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ അതെ, ഒരു പാട്ട് പാറുവിനെ കൊണ്ട് അവസാനം പാടി. അതോടെ അങ്ങനെ ഷെഡ്യൂൾ തീർക്കാം. അതൊരു ഒന്നൊന്നര തീർക്കലായിരിക്കും ഷെഡ്യൂളിന്റെ അന്ത്യം എന്നൊക്കെ നമ്മൾ പറയും. ഷെഡ്യൂൾ ബ്രേക്ക്. സൂപ്പർ സ്റ്റാറിന്റെ തന്നെ മോളെ എന്താ സർ? ബ്യൂട്ടിഫുൾ വോയിസ് മോളെ. താങ്ക് യു കഴിഞ്ഞ സർ. തവണ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോക്കസ് പോവാതെ നോക്ക കേട്ടാ. ഇങ്ങനെ ഫോക്കസ് കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. അതെ, താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ തകർത്ത് കളഞ്ഞു മോളെ, സൂപ്പർ. താങ്ക് യു സർ. ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു അതെ, എല്ലാ ലൈൻസും. ഇങ്ങനെ പാടുമ്പോൾ അത്രയും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് ഇവിടുന്ന് കേട്ടത്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, കാരണം ആ പാട്ടിൻ്റെ Thank you, സോൾ. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഞാൻ മോള് പാടിയപ്പം ആ ഫീൽ, പിന്നെ മോളുടെ ചെറിയ ടച്ചസ് ഉണ്ട് ചില സംഗതീസിൽ, അത് യു ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അത് അസാധ്യമാടാ. അതെ. സാധ്യമാണത്. അത് മോൾക്ക് അറിയില്ല, മോളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് ലൈക്ക് വളരെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അറിയാതെ പാടുന്ന സാധനമാണ്. അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നി. ചില അതൊക്കെ സംഗതിയായിട്ട് തോന്നുന്നില്ല, ഭയങ്കര ഡെലിക്കേറ്റ് ടച്ചസ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. താങ്ക് യു എനിക്ക് തോന്നുന്നു സർ. അമ്മയുടെ ഇതുവരെ ഉള്ളതിൽ എനിക്ക് ദിസ് ഇസ് മൈ ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ്. താങ്ക് യു സർ. ആൻഡ് യുവർ സോങ് സെലക്ഷൻ വണ്ടർഫുൾ. വണ്ടർഫുൾ. കറക്റ്റ് പാട്ട് കൊണ്ടുവന്നു, അമ്മയ്ക്ക് ചേരുന്ന പാട്ട്. നല്ല മാർക്ക് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു sir. ഹരിച്ചേട്ടാ. ഓക്കെ അമ്മയാ, അടിപൊളി കമന്റ്സ് അല്ലേ. അപ്പൊ നല്ല മാർക്ക് ഇട്ടുണ്ടെന്ന് ഹരിച്ചേട്ടൻ പറഞ്ഞു. ഇനി ബാക്കി രണ്ടുപേരുടെ മാർക്സ് ചോദിക്കാം. അത് ഹരിയുടെ കാര്യം ഹരി പറഞ്ഞത്. അതെ, എനിക്ക് ഭ്രാന്തായിട്ടിരിക്കും. ഞങ്ങള് വളരെ ഭയങ്കര നോർമൽ ഇഷ്ടായി. മനസ്സിലാവുമ്പോൾ അടിപൊളിയായിരുന്നു, സൂപ്പർ താങ്ക് യു ആയിരുന്നു. സർ. സൂപ്പർ. ശരത് സർ, അല്ല ഹരി, ആർക്കാടാ അവിടെ പാടി ഇഷ്ടപ്പെടാത്ത? ഇങ്ങനെ പാടിയാല് മോളിപ്പോ ചില കറക്ഷൻ പറഞ്ഞിട്ട് അടുത്ത ലൈൻ നീ പാടുന്നത് ഞങ്ങൾ കേട്ടിരുന്ന് പോവുക കേട്ടോ. അത് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. കുറെ സന്തോഷം. അപ്പൊ എന്റെ ഒരു ആഗ്രഹമുണ്ട് പാറു, ആ നമ്മുടെ പല്ലവി എനിക്ക് ആ അറേഞ്ച്മെന്റ് മാത്രം ഒന്ന് കേൾക്കണം. ആ സ്ഥലത്ത് എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്? ഓക്കെ. ഒരു നിവൃത്തിയില്ലാത്ത ഒരു ദൈവതം ഉണ്ട് സ്ട്രിങ്സിൽ. എൻ്റെ അമ്മേ, ആ സ്ഥലത്ത് അത് വന്നില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതെ. ഒന്ന് പല്ലവിയുടെ നിങ്ങൾ നമ്മൾ പാണ്ട കേട്ടോ. ഇനി ഇത് കേട്ടോ. ആഹാ. ആ. വാ വാ വാ. ആഹാ. വാ വാ വാ. ആ. ആഹാ. വാ 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 വാ. ആഹാ. ആഹാ. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. സൂപ്പർ. റോക്കിലില്ലാതെ കേൾക്കാനും എന്ത് രസം. വോക്കർ വേണ്ടായിരുന്നു. പൊക്കി അടിച്ചു. എന്തിനാ മോളെ പാടിയത്? ഇത് മതിയായിരുന്നു. ഓ ബ്യൂട്ടിഫുൾ. അത് എന്ത് വർക്ക് ചെയ്തേക്കുന്നത്. അത് ആ ഒരു നോട്ടിന് ഒരു 100 കോടി രൂപ കൊടുക്കാം ആ ഒരു ദൈവതത്തിന്. അയ്യോ വണ്ടർഫുൾ. സൽദ, കോടി പ്രണാംസ്. മക്കളെ കുഞ്ഞെ, എന്താ സർ? നിനക്ക് ഞാൻ 93 മാർക്സ് തരുന്നു മോളെ. 9.3. സൂപ്പർ. ഷാനിക്ക, ഞാനൊരു 9.2. ഓ ഇത് താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ, ഒരു ക്ലൂ തരാം. നല്ല മാർക്കാണ്. നല്ല മാർക്ക്, ഇതിലും നല്ല മാർക്ക് എന്തായാലും. ഓക്കെ. സോ ടോട്ടൽ 18.5. അമ്മയാണ് ഇപ്പൊ ടോപ്പ് നിൽക്കുന്നത്. യെസ്, ഇതുവരെ ടോപ്പ് നിൽക്കുന്ന അമ്മയാണ്. സൂപ്പർ. എടാ. വാ മോനെ. വാ വാ. താങ്ക് യു. മോളെ പറഞ്ഞത് മറക്കണ്ട. അതെ. ഫോക്കസ്. ഫോക്കസ്. Focus.